വൃത്തപരിധിയും പരപ്പളവും തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ തീർച്ചയായും വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണെന്ന് അറിയണം, വൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണെന്ന് അറിയണം. വൃത്തത്തിൻ്റെ ചുറ്റളവ് പഠിച്ചു വച്ചേക്കുക, ഇനി തെറ്റിപ്പോകരുത്. 2πr. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr. പരപ്പളവ് വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? πr². ഇവ തുല്യമായാൽ ഈക്വൽ ടു അതിൻ്റെ വ്യാസം എത്രയാണ്? വ്യാസം എന്താണ്? d = 2r. ആറിൻ്റെ റേഡിയസിൻ്റെ ഇരട്ടിയാണല്ലോ വ്യാസം, ഡയമീറ്റർ. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി ഇവിടെ ഈക്വൽ ആണ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 6ഉം 1 ക്യാൻസൽ ചെയ്തു, പൈയും ക്യാൻസൽ ചെയ്തു. അങ്ങനെയെങ്കിൽ r = എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. നമുക്കിവിടെ d ആണ് ചോദിച്ചിട്ടുള്ളത്. d ചോദിച്ചിട്ടുണ്ട്. d എന്താണ്? 2r ആണ്. അതായത് 2 × 2 എത്രയാണ്? 4 യൂണിറ്റ്. ആൻസർ വരും ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിൽ മിനിറ്റ് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ട്. അതായത് മിനിറ്റ് സൂചിക്ക്, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ട്. രാവിലെ 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്താണ്? വിസ്തീർണമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആർക്ക്, ഒരു ആർക്കിൻ്റെ ഒരു ഏരിയ ഓഫ് സെക്ടർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷനും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ആംഗിളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അതായത് 6:05 മുതൽ 6:40 വരെ എത്ര മിനിറ്റുകളുണ്ട്? 35 മിനിറ്റുകളുണ്ട്. 35 മിനിറ്റുകളുണ്ട്. ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. എന്താണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്? 6 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോണളവ് എന്തായിരിക്കും? 35 × 6 കിട്ടും. അതായത് 210 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എത്രയാണ്? 210 ഡിഗ്രി കിട്ടി. ഇനി വേണ്ടത് നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് സെക്ടർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സെക്ടർ, അതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഏരിയ ഇക്വേഷൻ അറിഞ്ഞുകൂടാത്തവർ ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. ഏരിയ എന്ന് പറയുന്നത് ആംഗിൾ θ/360 ഇൻറ്റു വൃത്തത്തിൻ്റെ വിസ്തീർണം πr². സിമ്പിളാണ് കേട്ടോ. θ/ആംഗിൾ/360 ഇൻറ്റു πr². ഇവിടെ ആംഗിൾ θ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 210. അപ്പോൾ ഇവിടെ 210 കൊടുക്കുന്നു. 210/360 ഇൻറ്റു πr². ആറിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. സൂചിയുടെ നീളം 5, അതായത് 5 × 5 25. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ 7/12 ഇൻറ്റു 25 π എന്ന് കിട്ടും. ഇനി പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഒന്ന് കാണാൻ പഠിക്കുക. 22/7. ഇനി ഈ പൈയുടെ വില ഇവിടെ ഒന്ന് കൊടുക്കുക. ഇൻറ്റു 22/7 എന്ന് കൊടുത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈനലി ആൻസർ കിട്ടും 275/6 എന്ന് കിട്ടും. 275/6. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു സംഖ്യയല്ല. വീണ്ടും നമ്മൾ അതിനെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 4×6 = 24 (3 5 5×6 30 (5). ഇനി ഇതിനെ എങ്ങനെ എഴുതും? 45 ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 5. 45ഉം 6-ൽ 5 ഓപ്ഷനിലുണ്ട്. എയിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ.